ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ചൈനീസ് ബോൾസം പ്ലാന്റുമായിട്ടാണ് വീണ്ടും വന്ന കുറേ ദിവസമായി കാണിച്ചിട്ട്. ഇപ്പം മഞ്ഞൊക്കെ ആയപ്പം നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ല സുന്ദരികളായിട്ട് നിൽപ്പുണ്ടേ. പലരും മെസ്സേജായിട്ടും വിളിച്ചിട്ടും ഒക്കെ ചോദിക്കണം, ഈ പ്ലാന്റ് ഞങ്ങൾക്ക് പിടിക്കണില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വച്ച് അഴുകിപ്പോകുന്നുണ്ട്, പിടിച്ച് കിട്ടണില്ല എന്ന് എല്ലാവരും പരാതിയാണേ. കുറേ മെസ്സേജുകളും കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വീഡിയോകളിൽ ഞാൻ പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ പല ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഡൗട്ടാണ്, എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നത്. ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഓരോ കട്ടിങ് എടുത്ത് വയ്ക്കുമ്പോൾ എന്തെന്ന് മണലിലായാലും അത് നമ്മളെ പാറപ്പൊടിയായാലും ഏതിൽ വെച്ചിട്ടായാലും ഇത് നല്ല ബുഷിയായിട്ട് നല്ല ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടുക. ഈ പ്ലാന്റ് ഇതും അങ്ങനെ തന്നെ വേണ്ട. എൻ്റെ സൈഡിൽ നിന്നൊക്കെ വീണ്ടും റൂട്ട് വരണം. അപ്പോൾ ഇതിൽ മണ്ണില്ല, അല്പം കൂടെയൊക്കെ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും, പെട്ടെന്ന് ഫ്ലവർ ആവുകയും ചെയ്യും. ഈ പ്ലാന്റ് എല്ലാം അങ്ങനെയാണ്. അതായത് വേണ്ട എം സാൻഡ് വെച്ചാൽ ഈ പ്ലാന്റ് പിടിച്ച് കിട്ടുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ കുത്തി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ചിലർ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് മണലില്ല, മണൽ കിട്ടാൻ നിവർത്തിയില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് അതിന് ഒരു ഇതായിട്ടാണ് വെറും മണ്ണ്. മണ്ണിൽ ഒരല്പം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കട്ടിങ് എടുത്തിട്ട് പിടിപ്പിക്കാം. ഇത് വച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പ്ലാന്റ് പിടിച്ച് കിട്ടും. നമ്മൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കട്ടിങ് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നല്ല പൊങ്ങിപ്പോയിട്ടുള്ള ഇതിൽ നിന്നൊരു സ്റ്റെം എടുക്കാമേ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല പൊങ്ങി ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരെണ്ണം എടുത്താൽ മതിയേ. എടുത്തിട്ട് ഈ അടിയിലുള്ള 2 ലീഫ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ഈ മണ്ണിൽ ഒരല്പം ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളതാണ്. ഏത് ഇതിൽ വെച്ചാലും ഈ പ്ലാന്റ് നല്ല നാടൻ ടൈപ്പായി കണക്കായി, അതുകൊണ്ട് ഏതൊരു ഇതിലും നമുക്കിപ്പോൾ റൂട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കയ്യെ വെച്ചൊന്ന് ചുവടൊന്ന് ഇട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞത് വയ്ക്കേണ്ട സ്ഥലം ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ചൂട് വെയിൽ തട്ടുന്ന ഭാഗത്ത് വയ്ക്കരുത്. വെച്ചാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് വാടി അതിൻ്റെ ജലാംശം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് അത് റെഡിയായിട്ട് വീണ്ടും പഴയ ഹെൽത്തി ആയിട്ട് വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കുമ്പം തണൽ നല്ല ഷെയ്ഡ് ഭാഗം എവിടെയാണുള്ള ഒട്ടും വെയിലടിക്കാത്ത നല്ല തണുപ്പുള്ള സ്ഥലം നോക്കി നമ്മളേതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെയുള്ള ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കണം. എന്നാലേ ഈ പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നാളേക്കാകുമ്പോൾ ഒന്ന് വാടി അങ്ങ് കുഴഞ്ഞ് കിടക്കും. എന്നാലും പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് നല്ല എല്ലാ ലീഫും നല്ല നിവർന്ന് നന്നായിട്ട് നിൽക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ചെറിയ റൂട്ട് വന്നു തുടങ്ങും. പിന്നെ ചെറുതായിട്ട് നമുക്ക് നല്ല വളമുള്ള പോട്ടിലോട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മാറ്റി പിടിപ്പിക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇപ്പം 4-5ഓളം കളർ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ ഇങ്ങനെയാണ്. ഇതൊരു ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് നല്ലൊരു സുന്ദരി പ്ലാന്റാണ്. നല്ല ഭംഗി. ബോൾസം പ്ലാന്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് കാണുമ്പോൾ ആഗ്രഹമാണ്, പക്ഷേ വളർത്തുന്ന രീതിയാണ്. ഇത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് നല്ലതായിട്ട് പിടിച്ച് കിട്ടിയാൽ പിന്നെ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല ഈ പ്ലാന്റ്. പിന്നെ എങ്ങനെ വെച്ചാലും അതിനെ നിലത്ത് കിടന്നിട്ട് തന്നെ ഈ പ്ലാന്റ് അങ്ങ് പിടിച്ചോളും. നമുക്ക് പൊട്ടി ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, നിലത്താണ് ഒന്ന് മുട്ടി വേര് പിടിച്ച് ഇത് കിടക്കണത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് പൂക്കൾ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.